അപ്പൊ എന്റെ മുമ്പത്തെ വീഡിയോ കാർത്തികയുടെ ദിവസത്തെ രാവിലത്തെ വിശേഷങ്ങളായിരുന്നു. ഇതിപ്പോ കാർത്തികയുടെ അന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പൊ കാർത്തികയുടെ അന്ന് നമുക്ക് 3 നേരം എഴുന്നള്ളിപ്പ് ഉണ്ടാവും. രാവിലെ ഉണ്ടാവും, പിന്നെ വൈകുന്നേരം ഒരു 4 മണി മുതൽ ഒരു 7 മണി വരെയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഒരു 9:30 ആകുമ്പോഴേക്കും എഴുന്നള്ളിപ്പ് തുടങ്ങും. അങ്ങനെയാണ് അത്. വൈകുന്നേരത്തെ മേളവും അതുപോലെ തന്നെ ദീപക്കാഴ്ചയുടെ വീഡിയോ ഒക്കെയാണ് ഉള്ളത്. അപ്പൊ അതൊന്ന് കാണാം. നേരത്തെ എഴുന്നള്ളിപ്പൊക്കെ കഴിഞ്ഞ് തിടമ്പൊക്കെ ഇറക്കി കഴിഞ്ഞിട്ടാണ് നമ്മള് വിളക്കൊക്കെ ഈ ചരാതുകൾ അതൊക്കെ കത്തിക്കുക. അപ്പൊ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഈ വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അത് എങ്ങനെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളൂ എന്റെ കയ്യില്. പൊതുവെ എല്ലാ ദിവസവും അപേക്ഷിച്ച് ഭയങ്കര തിരക്കായിരിക്കും. നല്ലോണം ആൾക്കാരൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളവിടെ ചെയ്തേക്കുന്ന ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മള് ചിരാതൊക്കെ കത്തിക്കുക. അപ്പൊ അത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഭംഗിയാണോ. പിന്നെ നമ്മുടെ മാളികപ്പുറം ഫെയിം ആയിട്ടുള്ള ദേവനന്ദനയോ എനിക്ക് പേര് കറക്റ്റ് ആയിട്ട് അറിയില്ല, ആ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും തിരുവാതിരക്കളി ഉണ്ട്. അപ്പൊ ഇന്ന് ഒരു 4-5 ടീമിന്റെ തിരുവാതിരക്കളിയൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ രാവിലെ നീരാട്ട് എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. അപ്പൊ അത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഞാൻ എടുക്കാൻ വന്നിട്ട് കാണിച്ചു തരാം എന്താ സംഭവം കേട്ടോ. അപ്പൊ കണ്ടു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോണ വഴിക്ക് ഇപ്പൊ ഇങ്ങനെ എല്ലായിടത്തും ഓപ്പൺ ജിമ്മുകൾ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെയുള്ള ഇതിന്റെ പരിസരത്ത് ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ മാത്രം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് കണ്ടപ്പോ അവളെ നിർത്തി കളിപ്പിച്ചിട്ട് പോകാന്ന് വെച്ചു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം.